എൻ ഡി എ അതായത് ബി ജെ പി അട്ടിമറി വിജയം നേടി അവകാശപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിയുടെ നീക്കങ്ങൾ ആകെ വഴിമുട്ടിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം വരെ വലിയ ആവേശമായിരുന്നു. ദിവസങ്ങൾ നീണ്ട റോഡ് ഷോ ആയിരുന്നു. 50 കൗൺസിൽ വിജയിച്ച 50 പേരെയും കൊണ്ടുള്ള ആ റോഡ് ഷോ. പക്ഷേ ഇപ്പോഴും ഇതാ മേയർ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ചർച്ചകളിൽ ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ്. ബി ജെ പി കേന്ദ്ര ഘടകമാകും ഇനി തിരുവനന്തപുരത്തെ മേയറെ തീരുമാനിക്കുക. ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആട്ടെ ഇപ്പോൾ ഡൽഹിയിലാണ് ചർച്ചകൾക്കായി. ഒരു നഗരത്തിന്റെ മേയറെ പോലും തീരുമാനിക്കാൻ അധികാരമില്ലാത്ത ഒരു അധ്യക്ഷനാണല്ലോ ബി ജെ പിയുടെ കേരള ഘടകം നിയന്ത്രിക്കുന്നത് എന്നോർക്കുമ്പോൾ സഹതാപം തോന്നും. എന്തായാലും ഇനി നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും ഒക്കെ പറയുമായിരിക്കും തിരുവനന്തപുരത്തിന്റെ മേയർ ജി ആരാകണം. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തുമെന്ന് തന്നെയാണ് സൂചന. മറ്റന്നാൾ രാത്രി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ ശേഷമാകും സംസ്ഥാനത്തെ അടുത്ത ഘട്ട ചർച്ചകളും പുനരാരംഭിക്കുക. ഇതിനിടെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിലെ മണ്ഡലം ഭാരവാഹികൾ വരെയുള്ള ഒരു യോഗവും ജില്ലാ കോർ കമ്മിറ്റിയും ഒക്കെ ചേരുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അറിഞ്ഞ ശേഷമാകും ആരാകും തിരുവനന്തപുരത്തിന്റെ ആ ബി ജെ പി മേയർ പദവിയിലേക്ക് വരുന്നതെന്ന് തീരുമാനിക്കുക. ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ ഡി ജി പിയുമായ ആർ ശ്രീലേഖ, സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് തുടങ്ങി 4-5 പേരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. മറ്റു ചിലർ മേയർ സ്ഥാനത്തിന് കുപ്പായമിട്ട് തയ്യാറായിരിക്കും. കേന്ദ്ര ഘടകത്തിന് മുന്നിൽ ആർഎസ്എസ് സമർപ്പിച്ചിട്ടുള്ള പേരുകൾ കൂടി പരിശോധിച്ച ശേഷം ഒരു പേര് അന്തിമമായി നിർദ്ദേശിക്കാനാണ് സാധ്യത. മേയർ സ്ഥാനത്തേക്ക് ഇപ്പോൾ പറയുന്നത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പാർട്ടി പ്രതിനിധിയെ മത്സരിക്കുമെന്നാണ്. മുൻ കൗൺസിൽ അംഗങ്ങളായ നിരവധി പേർ ഇപ്പോഴും ബി ജെ പിയുടെ കൗൺസിലിലും തുടരുന്നുണ്ട്. പരിചയസമ്പത്ത് മാനദണ്ഡമാക്കിയാൽ ഇവരിൽ മിക്കവർക്കും സ്ഥിരം സമിതി അധ്യക്ഷ പദവികൾ ലഭിക്കും. LDF UDF കക്ഷികൾക്ക് സ്ഥിരസമിതി അധ്യക്ഷത നൽകേണ്ട എന്ന നിലപാട് എടുത്തിട്ടുള്ളതിനാലും മിക്കവാറും യുവാക്കളാണെന്നാലും ഭൂരിഭാഗം പേർക്കും ഇത്തവണ അവസരം ലഭിക്കും. പുതുമുഖങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടുള്ള കഴിഞ്ഞ 5 വർഷത്തെ CPM-ന്റെ ശ്രമം മേയർ ആര്യ രാജേന്ദ്രന്റെ ആ പതനത്തോടെ ആ പരീക്ഷണം പാളിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നർക്ക് മുൻഗണന നൽകുവാനായിരിക്കും ഇത്തവണ NDA തീരുമാനിക്കുക എന്നാണ് സൂചന. പക്ഷേ NDAയുടെ നിലപാടിൽ ബി ജെ പിയുടെ നിലപാടിൽ ഒരു മേയറെ പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതിനുശേഷമാകും ഹെൽത്ത്, വികസനം, മറ്റ് സാമ്പത്തികം അടക്കമുള്ള പൊതുമരാമത്ത് അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരെ തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ തീരുമാനിക്കേണ്ടി വരുമ്പോൾ അതിലുമുണ്ടാകും തർക്കങ്ങൾ, അതിലുമുണ്ടാകും പടലപ്പിണക്കങ്ങൾ. അങ്ങനെ ആ ബി ജെ പിയുടെ 50 വിജയിച്ചു വന്ന സ്ഥാനാർത്ഥികളുമായി നടത്തിയ റോഡ് ഷോ, അതിൻ്റെ ആഹ്ലാദമൊക്കെ ഇപ്പോൾ ഇതാ മേയർ ആര്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരാര് എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പകിട്ട് കെട്ടടങ്ങുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ.